കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭർത്താവിന്റെ വെട്ടേറ്റ് മരിച്ച ഭാര്യ ഷിബിലയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. അറസ്റ്റിലായ ഭർത്താവ് യാസറിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ഇന്നലെ വൈകുന്നേരം 6:45 ശേഷമാണ് നാടിന് നടുക്കിയ ആ കൊലപാതകം. നോമ്പു തുറന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് യാസർ ഭാര്യ ഷിബിലയെ ആക്രമിച്ചത്. മകളെ കത്തികൊണ്ട് കുത്തുന്നത് കണ്ട് തടയുന്നതിനിടയിൽ ഷിബിലയുടെ പിതാവ് അബ്ദുൾ റഹ്മാനും മാതാവ് ഹസീനയ്ക്കും കുത്തേറ്റു. ഇവർ രണ്ടുപേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. രാവിലെ 11 മണിക്ക് യാസർ ഷിബിലയുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നതായി നാട്ടുകാർ പറയുന്നു. കൊല്ലാനുള്ള ആസൂത്രണത്തോടെയാണ് പിന്നീട് എത്തിയതെന്നും നാട്ടുകാർ. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ചെറിയ ഇതിലെ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു മാസത്തോളമായി ഈ വീട്ടിൽ തന്നെയാണ് ഇവർ താമസം. അതിനുശേഷം നിരന്തരമായിട്ട് സെറ്റിൽമെന്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നു, അവർ സംസാരിച്ചിരുന്നു. പക്ഷേ യഥേഷ്ടമായിട്ട് അത് നിർവഹിച്ചാൽ നടന്നില്ല. ഇതിനു മുമ്പ് ഒരു 3 മണിക്കോളം ഇവിടെ വന്നിരുന്നു. അപ്പോൾ സർട്ടിഫിക്കറ്റ് ചോദിച്ചു വന്നു. പിന്നെ അതുണ്ടായ ഒരു പ്രകോപനത്തിന് പുറത്താണ് ഇങ്ങനെ നടന്നത്. കാറിലെത്തിയ യാസർ കൃത്യം നടത്തി തിരികെ പോയതും കാറിലാണ്. എസ്റ്റേറ്റ് മുക്കിലെ പെട്രോൾ പമ്പിൽ 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് പണം നൽകാതെ രക്ഷപ്പെട്ടു. ഈ CCTV ദൃശ്യമാണ് ആദ്യം പുറത്തുവന്നത്. പിന്നീട് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് എല്ലാ സ്റ്റേഷനുകളിലേക്കും കൈമാറി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം ഈ കാർ നാട്ടുകാർ കണ്ടു. പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്ന ദൃശ്യങ്ങൾ 24 ആണ് ആദ്യം പുറത്തുവിട്ടത്. പ്രതിയെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. താമരശ്ശേരി CI സായുജ് കുമാർ എന്നിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ നിന്നും യാസറിനെ കസ്റ്റഡിയിലെടുത്തു. യാസർ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന നാട്ടുകാരുടെ ആരോപണം ശരിവെക്കുന്നതായിരുന്നു താമരശ്ശേരിയിൽ മാതാവിനെ ലഹരിക്കടിമപ്പെട്ട് കൊലപ്പെടുത്തിയ ആഷിഖിനൊപ്പം യാസർ നിൽക്കുന്ന ചിത്രം. കസ്റ്റഡിയിലെടുത്ത യാസറിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. കൊലയുടെ കാരണം ഉൾപ്പെടെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട് താമരശ്ശേരി പോലീസിന്. 24 കോഴിക്കോട്.